എനിക്ക് ഒരു തവണയിൽ കൂടുതൽ വായിക്കാൻ താല്പര്യമില്ലാത്തൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഒരു തവണ ഞാൻ വായിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്ന ഈ പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടമല്ല, വളരെ അറിവാർന്ന പുസ്തകമാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. പക്ഷെ ഞാനിതിനെ ആഘോഷിക്കപ്പെടുന്ന തലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് മികച്ച ആർട്ട് വർക്ക്, എന്താണ് എന്താ പറയുക വൈറലാവേണ്ടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട പുസ്തകം എന്നതിന് എവിടെയാണ് നമ്മൾ മാനദണ്ഡം കാണുന്നത്? നീ ഇത് എത്രാമത്തെ തവണയാണ് ഈ പുസ്തകം തന്നെ വായിക്കുന്നത്? ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡാണല്ലോ, അപ്പോൾ ഒന്നുകൂടി വായിക്കാമെന്ന് വിചാരിച്ചു. അത്ര ഹൈപ്പ് കൊടുക്കാനൊക്കെ ഉണ്ടോ ഇത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചാലോ? ശരി, എന്നാൽ സംസാരിക്കാം. സനു, ഞാൻ റാം കെയർ ഓഫ് ആനന്ദി ഇതിൻ്റെ ഒന്നാമത്തെ പതിപ്പ് വായിച്ചയാളാണ്. അതെനിക്ക് തോന്നുന്നു ഞാൻ PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ഹോസ്റ്റൽ മുറിയിലിരുന്നാണ് ഇത് വായിച്ചത്. പുസ്തകം എടുത്ത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എനിക്കിത് വായിച്ച് തീർക്കാൻ പറ്റി, ഒറ്റയടിക്ക് എനിക്കിത് വായിച്ച് തീർക്കാൻ പറ്റി. പക്ഷെ ആ സമയത്തൊന്നും ഇത് അത്ര വലിയ തരംഗമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലായിരുന്നില്ല. പക്ഷെ റീസെൻ്റ്ലി ഞാൻ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, എവിടെ നോക്കിയാലും റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ എന്നിട്ട് ഒന്നും കൂടി പുസ്തകം എടുത്ത് വായിച്ചു. ഇനിയിപ്പോൾ അന്ന് എനിക്കെന്തെങ്കിലും മിസ്സായതാണോ? പക്ഷേ ഞാൻ രണ്ടാമത്തെ വായനയിലും എനിക്കൊരു ആവർത്തന വിരസതയോ അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഇതിലുണ്ടായിട്ടില്ല. വീണ്ടും വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചപ്പോൾ ഉണ്ടായത്. സനുവിന് എന്തൊക്കെയാണ് തോന്നിയത്? അവന് ഒരു ആലപ്പുഴ സ്വദേശിയായ റാം എന്ന ചെറുപ്പക്കാരൻ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലെത്തുന്നു. സിനിമ എടുക്കാൻ വേണ്ടി, പുസ്തകം എഴുതാൻ വേണ്ടി ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ റാമിനുണ്ട്. അപ്പോൾ റാം ആരും ഇല്ലാത്തൊരിടത്തേക്ക് വരികയും അവിടുന്ന് റാം പരിചയപ്പെടുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ, അവരെങ്ങനെയാണ് റാമിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, ആനന്ദിയുടെ കഥകൾ, അങ്ങനെയാണ് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി പോകുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ തരംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ രണ്ടാം തരംഗത്തിനൊക്കെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. എന്നോട് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് പറഞ്ഞു, നീ എന്തായാലും വായിച്ചിരിക്കണം, നന്നായിട്ട് ഹോണ്ട് ചെയ്യാൻ പോകുന്നൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി, റാമും ആനന്ദിയും നിന്നെ വിട്ടു പോവില്ല എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് അത്. റീസെൻ്റ്ലി കുറച്ച് ആഴ്ചകളോ ഒരു മാസമൊക്കെ മുന്നെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. പക്ഷേ എന്നെ റാം കെയർ ഓഫ് ആനന്ദി അത്രത്തോളം സ്വാധീനിക്കുകയോ എൻ്റെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുകയോ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ആഘോഷങ്ങൾ അല്ലെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി അതിന് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പ്, സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഹൈപ്പ്, അത് ഈ പുസ്തകം അത്രത്തോളം ഹൈപ്പ് അർഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓഫ് കോഴ്സ് ആനന്ദി ഒരു നല്ല പുസ്തകമാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തോ ഇതിലുണ്ട് എന്ന തരത്തിൽ ഉള്ള ആ ഹൈപ്പ് ഈ പുസ്തകം അർഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. എനിക്കതിലൊരു വിരുദ്ധാഭിപ്രായം ഉള്ളതെന്ന് വെച്ചാൽ റാം കെയർ ഓഫ് ആനന്ദിയിൽ ഇപ്പം റാമിനേക്കാളും ആനന്ദിയേക്കാളും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മല്ലി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. മല്ലി വായിച്ചിട്ട് ഹോണ്ട് ചെയ്യാത്ത ആളുകൾ ഒരു പക്ഷേ ചുരുക്കമായിരിക്കും. മല്ലിയുടെ യാത്രകൾ, ആ ഒരു ട്രാൻസ്ജെൻഡർ യുവതി നടത്തിയിട്ടുള്ള അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, നിയമ സംവിധാനത്തിൽ നിന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അതൊക്കെയും അഖിൽ പി ധർമ്മജനെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചെന്ന് മാത്രമല്ല, മല്ലി നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റാമിനേക്കാളും ആനന്ദേക്കാളും ഒക്കെ നമ്മുടെ ഉള്ളിൽ മല്ലി നിൽക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു കഥാപാത്രം ഹോണ്ട് ചെയ്യാത്തൊരു നോവലാണിത് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു ശരിയല്ല എന്നാണ് അഭിപ്രായം. ആമിന പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ആനന്ദി എന്ന് പറഞ്ഞ കഥാപാത്രത്തെക്കാളും നമുക്ക് കുറച്ചുകൂടി ഇമോഷണലി അറ്റാച്ച്മെന്റ് തോന്നുന്നത് മല്ലിയായിട്ടാണ്. മല്ലി വളരെ വേദനാജനകമായ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അവസാനം വളരെ ഇത് പറഞ്ഞ പോലെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു എൻഡിങ് ആണ് മല്ലിക്ക് ഉണ്ടാകുന്നുള്ളത്. അപ്പം പക്ഷേ ആമിന, ഞാൻ എൻ്റെ ഒരു ഇതിൽ തെറ്റില്ലാത്ത പുസ്തകം വായിക്കുന്ന ഒരാളാണ് ഞാൻ. കോളേജ് കാലത്താണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത്. അപ്പം അന്ന് ഇതുപോലെ എൻ്റെ കൂടെ സഞ്ചരിച്ച കഥാപാത്രങ്ങളുണ്ട് പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടും. ഇപ്പം ഞാൻ പറയണ മയ്യഴിയിലെ ദാസനും ചന്ദ്രികയും പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടും ആഴ്ചകളോളം മാസങ്ങളോളം എൻ്റെ കൂടെ നടന്നിട്ടുള്ള ആൾക്കാരാണ്. എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഉള്ളിൽ സ്റ്റക്കായി നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോഴും ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത് മയ്യഴിയാണ്. മയ്യഴിൻ്റെ ആദ്യത്തെ ചോയ്സാണ്. എന്നാലും എനിക്കതിൻ്റെ പുറകോട്ട് ഒരുപാട് ചോയ്സുകളുണ്ട്. പക്ഷെ എൻ്റെ ആ ലിസ്റ്റിൽ റാമോ ആനന്ദിയോ വന്നിട്ടില്ല. ആ ഒരു ശക്തി അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാതന്തു ഈ പുസ്തകത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സാഹിത്യത്തിലൊരു മികച്ച എന്താ പറയുക ഒരു പുസ്തകമായിട്ടുള്ള ആർട്ട് വർക്കായിട്ട് റാം കെയർ ഓഫ് ആനന്ദിയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മാനദണ്ഡം എന്നും കൂടി നോക്കണം. എന്താണ് മികച്ച ആർട്ട് വർക്ക്, എന്താണ് എന്താ പറയുക
വൈറലാവേണ്ടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട പുസ്തകം എന്നതിന് എവിടെയാണ് നമ്മൾ മാനദണ്ഡം കാണുന്നത്? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പുസ്തകം എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ള തുടക്കക്കാരെന്നുള്ള രീതിയിൽ എല്ലാവർക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്നൊരു പുസ്തകം തന്നെയാണ്. കാരണം പുസ്തകത്തോട്, വായനയോട്, അക്ഷരങ്ങളോട് ആളുകൾക്ക് എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയും ഇഷ്ടമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അത് നിൽക്കും ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നതും ഈ പറഞ്ഞ പോയിന്റിലാണ്. ഇത് ഇത്രയും മാത്രം വലിയ എന്താ പറയുക ഒരു സീരിയസ് വായന തരുന്നില്ല, അല്ലെങ്കിൽ ഒരു വലിയ പുസ്തകമൊന്നുമല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷെ എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതിനൊന്നും നമ്മളെവിടെയും മാനദണ്ഡം വെച്ചിട്ടില്ല. പുസ്തകം അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വായനക്കാരാണ്. വായനക്കാരന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നോക്കുകയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി മികച്ചൊരു പുസ്തകം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആനന്ദി എന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ചാണ്, അതിൻ്റെ കണ്ടന്റ് ക്വാളിറ്റിനെ കുറിച്ചാണ്. അതായത് അവർ നാലുപേരും തമ്മിലുള്ള കഥാപരിസരങ്ങൾ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ്, സംസാരങ്ങൾ, ആനന്ദിയുടെ ലൈഫ്, അങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് എനിക്ക് വായിക്കുമ്പം നമ്മൾ ക്രിഞ്ചായിട്ട് തോന്നുകയെന്ന് പറയില്ലേ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം വളരെ ബാലിശമായിട്ട് ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി. എന്നാൽ എനിക്ക് എന്നെ വളരെ ടച്ച് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. പിന്നെ അതിൽ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ചുറ്റുള്ള ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ടാവാം. അത് വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അതങ്ങനെ ശരിയാണോ, അതായത് അതിൻ്റെ അർത്ഥം എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവരുടെ കാര്യത്തിലും അത് ശരിയല്ല എന്ന്, അതായത് ഈ കഥയിലെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ അത് ശരിയായിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ മാത്രം അത് വളരെ കറക്റ്റ്, അത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്, അത് വളരെ കറക്റ്റാണ് അയാൾ പറഞ്ഞത് എന്ന് എനിക്ക് ചിന്തിക്കാൻ മാത്രം ആ ഒരു ലൈനും. പക്ഷെ അതിൽ മറ്റൊരു സാധനമുണ്ട്, മല്ലി പറയുന്നുണ്ട്, നിന്റെ കൂടെ ഒരു സിമെന്റ് ബെഞ്ചിലെങ്കിലും എനിക്ക് നിൽക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അത് നമ്മളെ കുറച്ച് ടച്ച് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ സാധനം അത് എത്രത്തോളം നമ്മളെ കണക്ട് ചെയ്യാൻ അങ്ങനെയാണല്ലോ. ഒരു റൈറ്റർ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു, അപ്പം നമ്മളത് ഓക്കെ ശരി വളരെ ശരിയാണ് എന്ന് തോന്നുമ്പോഴല്ലേ നമുക്ക് അത്. പക്ഷേ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് സനു പറഞ്ഞ. ഇഴകീറി പരിശോധിച്ചാൽ പല സ്ഥലങ്ങൾക്കും നമുക്ക് ഒരു ക്രിഞ്ച് ഫീൽ തോന്നും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതിലെ കഥ പ്രണയമുണ്ട്, സൗഹൃദമുണ്ട്, പിന്നെ ആനന്ദി കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കഥാകൃത്ത് മറ്റേ ശ്രീലങ്കൻ പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രണയവും സൗഹൃദമൊക്കെ എവിടെ വരുമ്പോഴും ചില സമയത്ത് നമുക്കത് ക്രിഞ്ച് തോന്നും. ഈ ക്രിഞ്ച് സാധനം നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകങ്ങൾ ഇപ്പം ഇതിന് മുമ്പേ സെലിബ്രേറ്റ് ചെയ്തപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പം നമുക്ക് ആടുജീവിതം ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആടുജീവിതം എടുക്കാം. ആടുജീവിതം ഒരുപാട് കോപ്പീസ് വിറ്റ് അയക്കപ്പെട്ട നോവലാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നജീബിൻ്റെ വേദനകൾ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. റീസെൻ്റ്ലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വെച്ചാൽ അതിൽ ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകം ട്രെൻഡാകുന്നു, പിന്നെ നിമ്ന വിജയുടെ പുസ്തകം ട്രെൻഡാകുന്നു, പ്രേമനഗരം ട്രെൻഡാകുന്നു. അങ്ങനെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് നോവലുകൾ മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കഥകൾ തമ്മിൽ സാമ്യമില്ലെങ്കിലും ഇതിലൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു അംശം നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും. പ്രണയത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ, സൗഹൃദത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ, വിരഹത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ. അപ്പോൾ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന പുസ്തകങ്ങളോട് ആളുകൾക്ക് ഇപ്പോഴും എന്താ പറയുക, അത്തരം പുസ്തകങ്ങളെ ആളുകൾ സ്വീകരിക്കുമെന്നാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആളുകൾ വീണ്ടും 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 ഇത് വായിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പം വായനയാണ് പൊതുവെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ആമിന പറഞ്ഞൊരു കാര്യം, സൗഹൃദങ്ങളിലും പ്രണയത്തിലും ക്രിഞ്ച് ഉണ്ട് എന്നുള്ളത്. പ്രണയത്തിൽ ക്രിഞ്ച് ഉണ്ട്, ഓഫ് കോഴ്സ് ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ പലരും ക്രിഞ്ചിനെ ഓവർകം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ അവതരിപ്പിക്കുന്ന രീതി കൊണ്ടാണ്. വളരെ ക്രിഞ്ചായിട്ടുള്ള ഒരു സിറ്റുവേഷനെ നല്ല കുറച്ച് ഭാഷേനെ ഒന്ന് പോളിഷ് ചെയ്ത് നമ്മളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറും. പക്ഷെ എനിക്കിതിൽ തോന്നുന്നു, എനിക്ക് ഒന്നുകൂടി ഫ്രണ്ട്ഷിപ്പിലാണ് ക്രിഞ്ച് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇപ്പം സന്ദർഭങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, രേഷ്മ ഇതിന് പോകുന്ന സന്ദർഭം, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നത് എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള സിറ്റുവേഷനാണ്. ആനന്ദി പോകുന്നതിന് മുന്നേ രേഷ്മ സിനിമ നടി തൃശ്യയായിട്ട് ആനന്ദിയെ കാണാൻ കൊണ്ടുപോകുന്നത് ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള തോന്നിയൊരു സിറ്റുവേഷൻ ആണ്. സൗഹൃദത്തിലും സത്യം പറഞ്ഞാൽ ക്രിഞ്ച് ഉണ്ടല്ലോ, പ്രണയത്തിൽ മാത്രമല്ലല്ലോ ക്രിഞ്ച് ഉള്ളത്. പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഭയങ്കര ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചപ്പം. പിന്നെ ആമിന പറഞ്ഞ പോലെ
എനിക്ക് ഒരു തവണയിൽ കൂടുതൽ വായിക്കാൻ താല്പര്യമില്ലാത്തൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഒരു തവണ ഞാൻ വായിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടമല്ല, വളരെ അറിവാറും പുസ്തകമാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. പക്ഷെ ഞാനതിന് ആഘോഷിക്കപ്പെടുന്ന തലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ തവണ ഇത് ഞാൻ വായിക്കുന്നുണ്ടാവില്ല മിക്കവാറും. ഒരു സാധനം ട്രെൻഡിങ് ആകുമ്പം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് ഒരു പുസ്തകം ട്രെൻഡാവുന്നു, അപ്പോൾ ട്രെൻഡിനൊപ്പം ഞാനും ട്രെൻഡിനൊപ്പം ചേരുന്നു. വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വെറുതെ പുസ്തകത്തിന് കൂടെ ഒരു ഫോട്ടോ എടുക്കുക, കട്ടൻ കാപ്പി വെക്കുക, പുസ്തകം മലർത്തി വെക്കുക, ഒരു ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക. അതൊരു ട്രെൻഡിനൊപ്പം പോകുന്ന ഞാനും ഇത് വായിച്ചിട്ടുണ്ടെന്ന് പലരും അത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ടന്റിനെ നമുക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ പുസ്തകത്തെ വിമർശിക്കാം, പക്ഷെ അതിന്റെ ഭാഷ അതായത് നല്ല വിമർശനങ്ങളായിരിക്കണം. എനിക്ക് പുസ്തകം വായിച്ച് എനിക്ക് വളരെ മാന്യമായിട്ട് എനിക്കിത് വലിയ സംഭവമായിട്ട് മാന്യമായിട്ട് പറയാം, അതിൽ പ്രശ്നമില്ല. ചില ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ മാത്രം അപ്രൂവ് ചെയ്യുന്ന സാധനങ്ങൾ വലിയ തോതിൽ ഹിറ്റാവുന്ന ഒരു ട്രെൻഡ് മാറി സാധാരണക്കാരായ ആളുകൾ ഇത്തരം പുസ്തകങ്ങൾ കണ്ടെത്തുകയും വായിക്കുകയും അതിൻ്റെ റിവ്യൂസ് ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഒരു നല്ല മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.